ഹലോ ഗൈസ്, ഇന്നലെ എൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ ഇന്നലെ സന്തോഷം ഉണ്ടായിരുന്നു, കുറച്ച് സാഡും ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു 2 ഇയർ കൊച്ചി ലൈഫ് ഇന്നലെ എൻഡ് ആവുമായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാറ പ്രിൻസസിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. തൃക്കാക്കര റെക്കെ ക്ലബ്ബിൽ വെച്ചായിരുന്നു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നൈസായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം. ഈവൻ എന്താ പറയുക, അവരുടെ ഈ ഒരു വെൽക്കം ഡ്രിങ്ക്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഒരു 4 o'clock 5 o'clock ആകുമ്പോഴേക്കും എത്തിയപ്പം തന്നെ ഇവർ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നല്ല ഒരു നൈസായിരുന്നു ഈ ഒരു ഡെക്കറേഷൻ കാണാൻ. ഈവൻ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ളത്. പിന്നെ ഗേൾസ് ആകുമ്പോൾ അറിയാമല്ലോ, ഗേൾസ് ആകുമ്പം പിന്നെ ഓൾമോസ്റ്റ് പിങ്ക് ഇതിലായിരിക്കുമല്ലോ. ഈ ഒരു തുമ്പീൻ്റെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഇതൊരു എടുത്ത് കാണിക്കുന്നുണ്ട്, ഒരു ഹൈലൈറ്റ് ആയിട്ട്. പിന്നെ ഇങ്ങനെയായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ നേരെ ഇവർ ഷൂട്ടിലേക്ക് കടന്നു. കുറച്ച് ഷൂട്ടൊക്കെ ആയിട്ട് സേറാമനെ കുറച്ച് പിടിച്ച് നിർത്തിക്കാന്നുള്ളതായി. പിന്നെ ചേട്ടനും അനിയന്മാരും ഈ ഒരൊറ്റൊരു ഫ്രെയിമിൽ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫാമിലിയൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ വന്ന കൊളീഗ്സ്, നല്ലൊരു രസമായിരുന്നു. അപ്പം പിന്നെ കുട്ടീൻ്റെ കേക്ക് കട്ടിങ്, വെൽക്കം ചെയ്യലായി, സംഭവം കൊള്ളായിരുന്നു. നല്ല ഫങ്ഷനായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഫുഡാണല്ലോ മുഖ്യം. എല്ലാവരും ഫുഡിലേക്ക് കടന്നു. കൊച്ച് ലാസ്റ്റ് ടയർഡായിപ്പോയി. ലാസ്റ്റ് എൻ്റെ അടുക്ക് തന്നെ വന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എന്താ പറയുക, കഴിച്ച ഫുഡ് ദഹിപ്പിക്കണമല്ലോ. ഞങ്ങളും സാറ് പിള്ളേരൊക്കെ കൂടി കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു. ആവണീൻ്റെ അപ്പുറത്തുനിന്ന് കരിയാവായിട്ട് കോൾ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നോക്കായിരുന്നു. പിന്നെ ഈ ഒരു സമയത്തുണ്ടല്ലോ ഉള്ളിൽ നീറി പൊട്ടുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു 1.5 വർഷത്തെ നമ്മുടെ ഈ ഒരു ഇതാണ് ഈ ഒരൊറ്റൊരു സർട്ടിഫിക്കറ്റിൽ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറേ പുറത്ത് ഇവിടെ വന്നിട്ട് ഇരുന്നു. കാരണം എനിക്ക് കൊച്ചിയിൽ നിന്ന് പോകുന്നത് അങ്ങോട്ട് മൈൻഡിൽ ഇപ്പോഴും സെറ്റായിട്ടില്ല. അപ്പം അത്രയും ഗൈസ്, ബൈ.